നമസ്കാരം, എൻ്റെ പേര് ആദിശങ്കർ. അബ്ദുള്ളക്കുട്ടി എടവണ്ണ എഴുതിയ റിയാൻ്റെ കിണർ എന്ന പുസ്തകമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ജലത്തിനായി ഒറ്റയ്ക്ക് പോരാടിയ ഒരു കുട്ടിയുടെ അസാധാരണ ജീവിത കഥയാണിത്. ഒരു കുട്ടി തൻ്റെ ദൃഢനിശ്ചയം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് പണമുണ്ടാക്കി ശേഖരിച്ച് ആഫ്രിക്കയിലെ വെള്ളം കിട്ടാതെ അലയുന്ന പാവം ജനങ്ങൾക്ക് കിണറുണ്ടാക്കി വെള്ളം ലഭ്യമാക്കുന്ന ഒരു ബാലൻ്റെ ജീവചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. അച്ഛനും അമ്മയും 3 മക്കളും പിന്നെ ഒരു വളർത്തുനായും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് റിയാൻ്റേത്. അച്ഛൻ മാർക്ക് ഹ്രെൽജാക്ക് പോലീസ് ഓഫീസറാണ്. അമ്മ സൂസൻ ഹ്രെൽജാക്ക് ഗവൺമെൻറ് കൺസൾട്ടും. ജോർഡാൻ എന്ന ചേട്ടനും കീഗൺ എന്ന അനിയനും റിലെ എന്ന വളർത്തുനായും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. എനിക്ക് ഈ കഥയിൽ ഇഷ്ടപ്പെട്ട ഭാഗം റിയാനും റിയാൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. നീ എത്ര സീരിയസ് ആയിട്ടാണ് $70 കാര്യം പറഞ്ഞതെന്ന് എനിക്കറിയാം. എങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്തെങ്കിലും വീട്ടുജോലികൾ ചെയ്യ്, അതിന് കൂലി തരാം. അങ്ങനെ പണമുണ്ടാക്ക്, അല്ലാതെ വെറുതെ തരില്ല. റിയാൻ അത് സമ്മതിക്കുകയും ചെയ്തു. തുടക്കത്തിൽ ആവേശം കാണിച്ച് ക്രമേണ താല്പര്യം കുറഞ്ഞ് അതിനെപ്പറ്റി തന്നെ മറന്നുപോകും എന്ന് മാർക്കും സൂസനും കരുതി. ജനൽ വൃത്തിയാക്കാൻ $1, പൊടി തട്ടാൻ $2. അമ്മയും അച്ഛനും അവന് തക്ക പ്രതിഫലം കൊടുക്കാൻ തുടങ്ങി. ഒരു ബിസ്ക്കറ്റ് ടിന്നിൽ കിട്ടിയ പണം നിക്ഷേപിച്ചു. നിത്യവും അധ്വാനിക്കുമ്പോൾ തൻ്റെ സഹോദരന്മാരായ ജോർജ്, ഡാനും കീഗണും വീഡിയോ ഗെയിമിൽ മുഴുകിയിരിക്കുകയാവും. $70 പോരാ എന്നറിഞ്ഞ റിയാൻ ആകെ വിഷമത്തിലായി. എന്നാലും റിയാൻ തന്നാൽ കഴിയുന്ന വിധം പണിയെടുത്തു. തൻ്റെ അമ്മയുടെ ഫ്രണ്ടിനോട് അമ്മ കാര്യം പറഞ്ഞു. ഫ്രണ്ട് അത് പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുത്തു. നാട്ടുകാർ അവനെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ $2000 ആയപ്പോൾ അവൻ ആഫ്രിക്കയിലൊരു കിണർ കുഴിച്ചു. ഒരു